ഒരിടത്ത് അപ്പു എന്നു പേരുള്ള ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അവൻ മിടുക്കനായിരുന്നെങ്കിലും ദേഷ്യം വന്നാൽ ആരെയും അനുസരിക്കില്ലായിരുന്നു. അമ്മ എന്തു പറഞ്ഞാലും അതിനു വിപരീതമേ അവൻ ചെയ്യുകയുള്ളൂ. പഠിക്കാൻ ഇരിക്ക് എന്ന് പറഞ്ഞാൽ അവൻ കളിക്കാൻ പോകും. ഭക്ഷണം കഴിക്ക് എന്ന് പറഞ്ഞാൽ അവൻ വാശി പിടിക്കും. മകന്റെ ഈ സ്വഭാവം കണ്ട് അമ്മയ്ക്ക് വലിയ വിഷമമായി. അമ്മ പലപ്പോഴും അവനെ വഴക്കുപറഞ്ഞു, ചിലപ്പോൾ അടിച്ചു. പക്ഷേ അപ്പു കൂടുതൽ വാശിക്കാരനാവുകയല്ലാതെ ഒരു മാറ്റവും വന്നില്ല. ഒരു ദിവസം അപ്പുവിന്റെ മുത്തച്ഛൻ വീട്ടിലെത്തി. കാര്യം അറിഞ്ഞപ്പോൾ മുത്തച്ഛൻ അമ്മയോട് പറഞ്ഞു, ഇരുട്ടിനെ മാറ്റാൻ വടികൊണ്ട് അടിച്ചിട്ട് കാര്യമില്ല മോളെ, ഒരു ചെറിയ വിളക്ക് തെളിച്ചാൽ മതി. പിറ്റേ ദിവസം മുതൽ അമ്മ തന്റെ രീതി മാറ്റി. അപ്പു അനുസരണക്കേട് കാണിക്കുമ്പോൾ അമ്മ ദേഷ്യപ്പെട്ടില്ല. പകരം അമ്മ ഇങ്ങനെ ചെയ്തു. അവൻ ദേഷ്യപ്പെടുമ്പോൾ അമ്മ ശാന്തമായി അവനെ നോക്കി പുഞ്ചിരിച്ചു. അവൻ ചെറിയൊരു നല്ല കാര്യം ചെയ്താൽ പോലും, ഉദാഹരണത്തിന് സ്വന്തം പ്ലേറ്റ് കഴുകിവെച്ചാൽ, അമ്മ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകി അഭിനന്ദിച്ചു. വൈകുന്നേരങ്ങളിൽ അമ്മ അവനോടൊപ്പം ഇരുന്ന് കഥകൾ പറഞ്ഞു. ആദ്യമൊക്കെ അപ്പുവിന് ഇതൊരു അത്ഭുതമായിരുന്നു. താൻ വഴക്കുണ്ടാക്കിയിട്ടും അമ്മ എന്താണ് ദേഷ്യപ്പെടാത്തത് എന്ന് അവൻ ചിന്തിച്ചു. അമ്മയുടെ സ്നേഹവും ശാന്തതയും കണ്ടപ്പോൾ അവന് പതുക്കെ പതുക്കെ താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നിത്തുടങ്ങി. താൻ ബഹളം വെക്കുമ്പോൾ അമ്മ സങ്കടപ്പെടുന്നത് അവന് മനസ്സിലായി. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അമ്മ പറയാതെ തന്നെ അപ്പു കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ ഒരു ദിവസം അപ്പു അമ്മയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, അമ്മ എന്നെ വഴക്കുപറയുമ്പോൾ എനിക്ക് കൂടുതൽ ദേഷ്യമാണ് വന്നിരുന്നത്. പക്ഷേ അമ്മ എന്നെ സ്നേഹത്തോടെ ചേർത്തപ്പോൾ എനിക്ക് അമ്മയെ വിഷമിപ്പിക്കാൻ തോന്നിയില്ല. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.